അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മുസമ്പി അച്ചാറായിട്ടാണ്. മുസമ്പി ഉണ്ടായിരുന്നപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് നോക്കുകയാണ്. അച്ചാറൊന്നും വീട്ടിലില്ലാത്ത സമയത്ത് നമുക്ക് കയ്യിൽ എന്താ ഉള്ളത് വെച്ചെങ്കിൽ വെച്ച് അച്ചാറിടുക. അപ്പം മുസമ്പി കൊണ്ടാണെന്ന് നമ്മൾ അച്ചാർ ഉണ്ടാക്കുന്നത് കേട്ടോ. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പം അതിന് വേണ്ടി നമ്മൾ മുസമ്പിയുടെ ആ വെള്ള പാടുണ്ടല്ലോ അത് വരെ ചെത്തിക്കളയണം കേട്ടോ. അതൊന്നും പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തൊലിയുടെ കൂടെ അതൊക്കെ പെട്ട് കറുത്ത് ഇതായിപ്പോവും, കയ്പ്പും വരും. ഇതൊക്കെ ചെത്തി നുറുക്കിയെടുക്കണം നമുക്ക്. അതിൻ്റെ ഉള്ളിലത്തെ കുരും കളയണം. അതിന് അകത്തുണ്ടാവുമല്ലോ ഒരു വെള്ളപ്പാട, അതും നുറുക്കി കളയണം കേട്ടോ. അതും കൂടെ അച്ചാറിൽ പെട്ടിട്ടുണ്ടെങ്കിലാണ് കയ്പ്പ് വരിക. അതിൻ്റെ കുരും കളയുക. അങ്ങനെ നമുക്കെല്ലാം നുറുക്കിയെടുക്കട്ടോ. അപ്പോൾ ബിരിയാണിയിൽക്കും എല്ലാത്തിൻ്റെ കൂടെ കൂട്ടാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ളൊരു അച്ചാറാണ്. ഈ വെള്ളപ്പാടൊക്കെ ഉണ്ടല്ലോ അതൊക്കെയാണ് കളയേണ്ടത്. അത് പെട്ടാലൊക്കെയാണ് കയ്പ്പ് വരിക അച്ചാറിന്. അപ്പോൾ അതൊക്കെ കളഞ്ഞിട്ട് നമുക്ക് മുസമ്പി ഇതേപോലെ നുറുക്കിയെടുക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് അവിടെ വെളുത്തുള്ളി, ഇഞ്ചി, ഉലുവ പൊടിച്ചത്, ശർക്കര ചെറിയ പീസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കാനായിട്ട് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി ഓയിൽ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നല്ലെണ്ണയിൽ ഉണ്ടാക്കണവർക്ക് നല്ലെണ്ണ ഉണ്ടാക്കാം. ഞങ്ങളെല്ലാ അച്ചാറും ഓയിലിട്ട് ഉണ്ടാക്കുക, അതുകൊണ്ടാണ് ഓയിൽ ഒഴിച്ചെടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഒക്കെ ഒന്ന് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സിമ്പിളായിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു ഗസ്റ്റൊക്കെ വന്നാൽ നമുക്ക് അച്ചാറൊന്നും ഇല്ലെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ നല്ല സിമ്പിളായിട്ടുള്ളൊരു അച്ചാറും കൂടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ചട്ടി ചൂടായി വന്നാൽ നമുക്ക് അതിലേക്ക് കടുക് പൊട്ടിക്കണം. ആ കടുക് പൊട്ടി വരുന്നുണ്ട്. ഇഞ്ചി ഇട്ടുകൊടുത്തിട്ടുണ്ട് ആദ്യം. അതൊന്ന് ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. രണ്ടും നല്ല ഒന്ന് വഴന്ന് കിട്ടണം, നല്ല ഒന്ന് മൂത്ത് കിട്ടണം കേട്ടോ. അപ്പോൾ ഉള്ളിയും ഇതൊക്കെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കായപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പം ഞങ്ങൾ അച്ചാർ പൊടി യൂസ് ചെയ്യലില്ല, അതുകൊണ്ടാണ് കേട്ടോ കായപ്പൊടി ഇട്ട് മൂത്തതിന് ശേഷം നമുക്ക് മുളക് പൊടി ഒരു 3 ടീസ്പൂൺ അല്ല, ചെറിയ ടീസ്പൂണാണ് കേട്ടോ അളവ് പറയുമ്പോൾ തെറ്റിപ്പോണ. അപ്പോൾ മുളക് പൊടി മൂത്ത് വരുമ്പോൾ അതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചതുണ്ടായിരുന്നു, അത് ചേർക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം ഒന്ന് ആ ഓയിലിൽ കിടന്നിട്ട് മസാല ഒന്ന് മൂത്ത് കിട്ടണം. പിന്നെ നമുക്ക് മുസമ്പി ചേർത്ത് കൊടുക്കാം കേട്ടോ. മുസമ്പിയൊക്കെ ചേർത്ത് ഇനി അതിലേക്ക് മസാലയൊക്കെ നല്ലൊന്ന് എരിവും ഉപ്പും പുളിയൊക്കെ പിടിച്ച് ഇതായി വരണം. അപ്പോൾ നമുക്ക് അതിലേക്കൊരു ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ ഇട്ട് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ മധുരവും എരിവും പുളിയും ഒക്കെ കൂടി നല്ല സൂപ്പർ അച്ചാറാണ്. അപ്പോൾ സുർക്ക ഒഴിച്ചെടുത്തിട്ടുണ്ട് കുറച്ച്. അതിന് വെള്ളം നമ്മൾ തീരെ ചേർക്കുന്നില്ലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒരു 2 ടീസ്പൂണോളം സുർക്ക ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് മസാലയൊക്കെ പിടിച്ച് ഒന്ന് വറ്റി വരും കേട്ടോ. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ പാകമാവുക. നല്ല ടേസ്റ്റുള്ള അച്ചാറാണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഉപ്പ് കുറവുള്ള നോക്കി നോക്കുമ്പോൾ ഉപ്പ് കുറവുണ്ട്, അപ്പോൾ കുറച്ചുകൂടി ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഈ ചെറിയ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. നല്ല സൂപ്പർ അച്ചാറാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയതുമാണ്. കുട്ടികൾക്കൊക്കെ സ്കൂളൊക്കെ തുറക്കുകയാണ്, അപ്പോൾ എല്ലാവർക്കും അങ്ങനത്തെ റെസിപ്പി നല്ല ആവശ്യമാണ്. ഒക്കെ ചെയ്ത് നോക്കാം. ശരി, ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.